അമേരിക്കയുടെ ഇറാൻ ആക്രമണം എണ്ണയ്ക്ക് വേണ്ടി മാത്രമാണെന്നാണോ കരുതുന്നത്? അല്ല, പ്രധാന ലക്ഷ്യം ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത മറ്റൊന്നാണ്. ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണത്തിനു പിന്നിലെ കാരണം എന്താണ്? ഇറാന്റെ പക്കലുള്ള എണ്ണ പ്രകൃതിവാതക ശേഖരമാണെന്നാണ് പൊതുവിൽ എല്ലാവർക്കുമുള്ള ധാരണ. ഇറാന്റെ എണ്ണ സമ്പത്ത് കൂടി അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് വരുന്നതോടെ ആഗോള എണ്ണ വിപണിയുടെ ഏതാണ്ട് 40% അവരുടെ പക്കലാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ യുദ്ധത്തിൽ ഏറ്റവും മൂല്യമുള്ള വസ്തു എണ്ണയല്ല, കുടിവെള്ളമാണെന്നതാണ് ശരിയായ വസ്തുത. ഇനിയൊരു ലോക മഹായുദ്ധമുണ്ടായാൽ അത് ശുദ്ധജലത്തിനു വേണ്ടിയായിരിക്കുമെന്ന് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന ഇറാൻ യുദ്ധം. അമേരിക്കൻ ചാര സംഘടനയായ CIA പോലും എണ്ണയ്ക്കു മുകളിലാണ് ജലത്തെ കാണുന്നത്. അന്താരാഷ്ട്ര നിരീക്ഷകരും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖല സമ്പന്നമായത് എണ്ണ കൊണ്ടാണ്. വർഷങ്ങളോളം ഖനനം ചെയ്തെടുക്കാൻ കഴിയുന്ന എണ്ണ ശേഖരം ഇനിയും അവിടെയുണ്ട്. എന്നാൽ ഇത്രയും സമ്പന്നമാണെങ്കിലും കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ അവർ വളരെയേറെ പിന്നോക്കമാണ്. കടൽ ജലം ശുദ്ധീകരിച്ചാണ് അവർ കുടിവെള്ളത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എണ്ണ വിറ്റുകിട്ടിയ കോടികളാണ് അവർ ഇതിനായി വിനിയോഗിക്കുന്നത്. വൻ ശുദ്ധജല പ്ലാന്റുകളാണ് ഗൾഫ് മേഖലയിലെ ഓരോ രാജ്യത്തുമുള്ളത്. രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയ പൈപ്പ് ലൈനുകളും ഇവിടങ്ങളിലുണ്ട്. യുദ്ധത്തിൽ ഇറാൻ ഇത്തരം പൈപ്പ് ലൈനുകൾ ലക്ഷ്യം വെക്കുമോ എന്ന കടുത്ത ആശങ്ക ഈ രാജ്യങ്ങൾക്കുണ്ട്. പൈപ്പ് ലൈനുകളെ ലക്ഷ്യം വെച്ചില്ലെങ്കിലും ദിശ തെറ്റിയെത്തുന്ന ഡ്രോണുകൾ പോലും പ്രശ്നമായേക്കാമെന്നും അവർ ഭയപ്പെടുന്നു. ഗൾഫ് രാജ്യങ്ങൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുകയാണെങ്കിലും ഇറാന്റെ സ്ഥിതി അതല്ല. അക്കാര്യത്തിൽ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെക്കാൾ ഏറെ മുന്നിലാണ്. വളരെ വിപുലമായ നദികളുടെ ഒരു ശൃംഖല തന്നെ ആ രാജ്യത്തുണ്ട്. പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് ഉൾനാടൻ നദീതടങ്ങളിലേക്ക് ഒഴുകുന്നവയാണ് അവയിൽ ഭൂരിഭാഗവും. താരതമ്യേന കുറഞ്ഞ നീളവും ആഴം കുറഞ്ഞതുമാണ് നദികളിലേറെയും. ഇറാനിലെ പ്രധാന നദികളിൽ 5 പേർഷ്യൻ ഗൾഫിലേക്ക് ഒഴുകുന്നു. ഡെസ്, കാർഖെ, കരുൺ, ദിയാല, ലോവർ, സാബ് നദികൾ എന്നിവയാണ് അവ. അരാസ്, സെഹിദ്രൂഡ്, അട്രക് എന്നിവ കാസ്പിയൻ കടലിലേക്ക് ഒഴുകുന്നു. സയാൻ ഡെറുഡ്, അജീചായ് എന്നീ 2 നദികൾ ഉൾനാടൻ നദികളിലേക്കാണ് ഒഴുകുന്നത്. കാലത്തിനനുസരിച്ച് ഇവയിലെ ജലപ്രവാഹം കൂടിയും കുറഞ്ഞുമിരിക്കും. തങ്ങളുടെ പ്രദേശത്തുള്ള നദികളിൽ അണക്കെട്ടുകൾ പണിത് ജലസമ്പത്ത് രാജ്യത്തിന് അനുയോജ്യമായ രീതിയിൽ വിനിയോഗിക്കാൻ ഇറാൻ പണ്ട് മുതലേ ശ്രമിച്ചിരുന്നു. അണക്കെട്ടുകൾക്കായി വൻതോതിലുള്ള നിക്ഷേപം നടത്തുന്നത് രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയെ മുന്നിൽ കണ്ടായിരുന്നു. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പാവ സർക്കാർ ഇറാനിൽ അധികാരത്തിൽ വന്നാൽ എണ്ണയ്ക്കൊപ്പം അണക്കെട്ടുകളും അവയിലെ ജലത്തിന്റെയും പൂർണ്ണ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലെത്തും. ഗൾഫ് രാജ്യങ്ങൾക്കുൾപ്പെടെ ഈ വെള്ളം വിൽക്കാനും അങ്ങനെ എണ്ണ ഉൽപാദനത്തിലും വിതരണത്തിൽ ഉൾപ്പെടെ അവരെ കൂടുതൽ ചൊൽപ്പടിക്ക് നിർത്തുവാനും അമേരിക്കയ്ക്ക് കഴിയും. ഇതാണ് ട്രംപിന്റെ പദ്ധതി എന്നാണ് പല അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നത്. സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ തങ്ങൾ മാത്രമാണ് ലോകത്തെ വൻ ശക്തിയെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. ലോകത്ത് എന്ത് നടക്കണമെന്ന് തങ്ങൾ മാത്രം തീരുമാനിക്കുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണമെന്നതാണ് ട്രംപിന്റെ സ്വപ്നം. ആ സ്വപ്നത്തിന് ഒരു തടസ്സമായി ഉയർന്നു വരുന്ന ചൈന റഷ്യ അച്ചുതണ്ടിനെ തകർക്കുക എന്ന ലക്ഷ്യവും കൂടി അവർക്കുണ്ട്. ഇറാൻ കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയാണ്. ക്യൂബയെ ആക്രമിക്കുകയാണെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നതും ഇതുതന്നെയാണ്. പുതിയ സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരുന്ന ഇന്ത്യ തങ്ങളുടെ ആജ്ഞാനുവർത്തികളായി നിൽക്കില്ലെന്ന് വ്യക്തമായതോടെ തീരുവയിലൂടെയും ഉപരോധത്തിലൂടെയും ഇന്ത്യയെ ചൊൽപ്പടിക്കാക്കാൻ ശ്രമിച്ചതും ഈ അവസരത്തിൽ ഓർക്കേണ്ട കാര്യമാണ്.